സ്പോട്ട് ലൈവ് തുടരുന്നു. പശ്ചിമ ബംഗാളിൽ യുവക് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യത്താകമാനം പ്രതിഷേധം ആളിപ്പടരുന്നു. സമരം തുടരുമെന്ന് RG-കർ ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കി. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ആയിഷത്തുൽ ഷംന ചേരുന്നു വിശദാംശങ്ങളുമായി. ഷംന, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഉയരുന്നുണ്ട്. അതിനിടെ ഇന്നലെ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ CBI അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്തിറങ്ങുന്ന വിചിത്രമായ ചില നടപടികൾക്ക് പോലും കൊൽക്കത്ത നഗരം സാക്ഷ്യം വഹിച്ചതാണ്. ഇന്ന് ഇതിനെതിരെ, അതായത് മമതയ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായി BJP രംഗത്തെത്തുന്നു. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. അതിനിടെ ഡോക്ടർമാർ രാജ്യത്താകമാനം പ്രതിഷേധവുമായി കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ഒരു സമര പരിപാടികളിലേക്കായിരിക്കും ഇനി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നീങ്ങുക? ടോം, തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സമരം തന്നെയാണ്, ഒരു പ്രതിഷേധം തന്നെയാണ് ഇത്. കാരണം രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നു. അതും 24 മണിക്കൂറാണ് പ്രതിഷേധം. ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം നഴ്സിംഗ് അസോസിയേഷന്റെ ഒരു പിന്തുണ കൂടി ഈ സമരത്തിനുണ്ട്. രാജ്യത്ത് യുവ ഡോക്ടർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട, ബലാത്സംഗത്തിന് ഇരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതിഷേധത്തിൽ രാജ്യം ഒന്നാകെ കടക്കുമ്പോൾ സംസ്ഥാനവും തീർച്ചയായും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. സംസ്ഥാനത്തുടനീളം ഇന്ന് പ്രതിഷേധമുണ്ട് ആശുപത്രികളിൽ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നത് OP വിഭാഗങ്ങളടക്കം ഇന്ന് പ്രവർത്തിക്കില്ല. ഈ 24 മണിക്കൂറും പ്രവർത്തിക്കില്ല. എമർജൻസി വിഭാഗം, അതുപോലെ ലേബർ റൂം, വാർഡ് എന്നിവ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. OP വിഭാഗങ്ങൾ ഉണ്ടാവില്ല. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച തീയതികൾ അടക്കം കൊടുത്ത സർജറികൾ വരെ മാറ്റിവെക്കും പ്രതിഷേധത്തിന്റെ ഭാഗമായി. അതുകൊണ്ടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യം ഒന്നാകെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നതോടുകൂടി തന്നെയാണ് തീർച്ചയായും ഈ ഒരു പ്രതിഷേധം ഇത്രയധികം ശ്രദ്ധ നേടുന്നതും ഒപ്പം രാജ്യം ഒന്നാകെ ഈ പ്രതിഷേധത്തിന്റെ ഒപ്പം നിൽക്കുന്നതും. ടോം, വളരെ ക്രൂരമായാണ് യുവ ഡോക്ടർ കൊല ചെയ്യപ്പെടുന്നത്. രാവിലെ 3 മണിക്ക് ഡോക്ടർ കൊല ചെയ്യപ്പെടുന്നു. അതിനുശേഷം 10 മണി വരെ ഈ യുവ ഡോക്ടറുടെ ഫോണിലേക്ക് സഹപാഠികളുടെ പോലും ഒരു ഫോൺ വന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും സഹപാഠികൾ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഈ യുവ ഡോക്ടറുടെ രക്ഷിതാക്കൾ CBIക്ക് മൊഴി നൽകിയിരുന്നു. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് വിഭാഗത്തിന്റെ അടക്കം പുറത്തു വന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച സ്രവം അത് 15 ഗ്രാം ഉണ്ടായിരുന്നു. ഒരു സാധാരണ പുരുഷന്റെ മാത്രമല്ല അത്, അതിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ട ബലാത്സംഗത്തിനാണ് ഈ യുവ ഡോക്ടർ ഇരയായിട്ടുള്ളത് എന്നുകൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി ഈ രക്ഷിതാക്കൾ CBIക്ക് മൊഴി നൽകി കൂട്ട ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. ഒപ്പം സഹപാഠികളടക്കം, ആശുപത്രി അധികൃതർ അടക്കം, കാരണം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. എന്തുകൊണ്ട് ഈ ഡോക്ടറെ പുലർച്ചെ 3 മണി മുതൽ 10 മണി വരെ സഹപാഠികൾ പോലും വിളിച്ചില്ല എന്നത് വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രി അധികൃതർക്കും സഹപാഠികൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ രക്ഷിതാക്കൾ അടക്കം CBIക്ക് മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CBI ആദ്യം അന്വേഷണം കടുപ്പിച്ചതും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ആശുപത്രിയുടെ മുൻ പ്രിൻസിപ്പലിനെ അടക്കം CBI കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർന്ന് അറസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളോ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യം ഒന്നാകെ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ അതിനെ കൂടെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ ഡോക്ടേഴ്സിന്റെ കൂടെയുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായി ഡോക്ടേഴ്സിന് നേരെയുള്ള ആക്രമങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ കൂടി വരികയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായത് തീർച്ചയായും ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴും രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. കുറെ കാലമായി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. നിർഭയ കേസിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ ഡോക്ടറുടെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരും സാധാരണ യുവതികളും വിദ്യാർത്ഥികളും അടക്കം തെരുവിലിറങ്ങുന്നത്. ഷംന, ഏത് രീതിയിലുള്ള ഒരു നടപടി വേണമെന്നാണ് ഈ സമരക്കാരുടെ ആവശ്യം? അതായത് ഇന്ന് 24 മണിക്കൂർ OP വരെയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരം അത് രോഗികളെ ഉൾപ്പെടെ ദുരിതത്തിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും
പശ്ചിമ ബംഗാളിൽ സമരം കൂടുതൽ ശക്തമാകുമെന്ന് പറയുന്നു. മുഖ്യപ്രതി പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമര രംഗത്തേക്ക് ഇറങ്ങാൻ ഇവർ തയ്യാറാകുന്നത്? കാരണം ആർക്കെതിരെ, ഈ ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യമാണോ ഇപ്പോൾ ഈ സമരക്കാർ ഉയർത്തുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് തന്നെയാണ് ഈ സമരക്കാരുടെ ആവശ്യം. കാരണം ഇതിൽ പ്രതി ഒരാളല്ല എന്നാണ് ഇവർ ഊന്നി പറയുന്നത്. ഈ പ്രതിഷേധക്കാരും ഈ കുടുംബവും ഒന്നിച്ച് പറയുന്നതും അത് തന്നെയാണ്. ഒരാളല്ല പ്രതി. ഈ റിപ്പോർട്ടിലടക്കം പുറത്തു വന്നത് പ്രകാരം കൂട്ടബലാത്സംഗത്തിനാണ് ഈ യുവ ഡോക്ടർ ഇരയായിട്ടുള്ളത്. ആരൊക്കെയാണോ ഇത്, ഈ ആശുപത്രി അധികൃതരായാലും മറ്റാരാണെങ്കിലും ഉടൻ തന്നെ നിയമത്തിന് മുമ്പിൽ ഇവരെ കൊണ്ടുവരണം. തീർച്ചയായും ഡോക്ടർക്ക് നീതി ലഭ്യമാകുന്നത് വരെ പോരാടും. ആ ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഒപ്പം ഡോക്ടേഴ്സിന്റെ സുരക്ഷ, ആശുപത്രി അധികൃതരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഇവരുടെ ആവശ്യം. കാരണം കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിൽ ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരു തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അവരുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തണം. ഒപ്പം ഈ ഡോക്ടർക്ക് നീതി ലഭ്യമാക്കണം. ആരൊക്കെയാണോ കുറ്റവാളികൾ അവരെ ഓരോരുത്തരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നത് തന്നെയാണ് വലിയ ആവശ്യമായി ഇവർ ഉയർത്തുന്നതും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രതിഷേധം ഇത്രയും അധികം ശക്തിപ്പെടുത്തുന്നതും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മമതാ ബാനർജി അടക്കമുള്ളവർ സമരരംഗത്ത് ഈ CBI അന്വേഷണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുമ്പോൾ പോലും അപ്പുറത്ത് BJPയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും കനക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ, ഈ യുവ ഡോക്ടറുടെ മരണത്തിൽ, കൊലപാതകത്തിൽ പ്രതിഷേധിച്ചെത്തിയവർക്കെതിരെ സമരപ്പന്തൽ വരെ പൊളിച്ച്, അല്ലെങ്കിൽ പോലീസിന്റെ വാഹനം വരെ തകർക്കുന്ന രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. അതിൽ ഇപ്പോൾ 30 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മറ്റനവധി പ്രതിഷേധങ്ങൾക്ക് കൂടി ഇപ്പോൾ ബംഗാൾ സാക്ഷ്യമാവുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം കൊൽക്കത്തയിലെ ആർജക്കാർ ആശുപത്രിയിലടക്കം ആ മേഖലകളിലടക്കം കുറച്ചുകൂടി കൂടുതൽ ശക്തമായ പ്രതിഷേധമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി ലണ്ടൻ, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ രാജ്യം മാത്രമല്ല, അല്ലെങ്കിൽ സംസ്ഥാനം മാത്രമല്ല ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നത്. കാരണം അതിക്രൂരമായാണ് ഈ യുവ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രകാരം കഴുത്തൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വകാര്യ ഭാഗങ്ങളിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണട പൊട്ടി അതിന്റെ ഗ്ലാസ് കണ്ണിൽ തറച്ച് കയറുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് അത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിനാണ് ഇരയാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നീതി ഉറപ്പാക്കും വരെ, ഈ കുറ്റവാളികളെ ഓരോരുത്തരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും വരെ ശക്തമായി തന്നെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നതും. ടോം. ആയിഷത്തുള്ള ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്.